ഹായ് ഓൾ. കഴിഞ്ഞ LDC വേരിയസ് ഞാൻ എങ്ങനെ ക്രാക്ക് ചെയ്തു എൻ്റെ സ്റ്റഡി ടിപ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഒത്തിരി കമൻസുകൾ ബിഗിനേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അല്ലാതെയും ഒത്തിരി കമൻസുകൾ ബുക്സിനെ പറ്റിയും റിവിഷൻ പാറ്റേൺസിനെ പറ്റിയും ടൈം മാനേജിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിലുള്ള ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ഇപ്പം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDC വേരിയസ്, ഇപ്പോൾ കമ്പനി ബോർഡ്, KSFI, KSCB, പിന്നെ KSRTC, ദെൻ ബിവക്കോ, SI, ദെൻ കേരള സെറാമിക്സ് തുടങ്ങിയ ലിസ്റ്റുകളാണ്. സോ ഇതിലെല്ലാം ഞാൻ ഫോളോ ചെയ്തിരുന്ന കുറച്ച് മെത്തേഡ്സുകൾ, സ്റ്റഡി ടിപ്സ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഇത് ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾക്കത് സ്യൂട്ടബിൾ ആവണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇതിൽ ഗുണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിക്കുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക. റെസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ലീവ് ചെയ്യുക. ഇപ്പോൾ LDCനെ സംബന്ധിച്ചും ഡിഗ്രി ലെവലിനെ സംബന്ധിച്ചും രണ്ട് മെത്തേഡ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും പഠിക്കാൻ. ഒരേ മെത്തേഡിൽ പഠിക്കുന്നത് ഒട്ടും ഗുണമാവില്ല. സോ ഏതെങ്കിലും ഒന്നായിരിക്കണം നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഇപ്പോൾ LDCനെ സംബന്ധിച്ചുള്ള ബുക്സുകൾ ഞാൻ റെഫർ ചെയ്തത് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ LDCക്ക് റാങ്ക് ഫയൽ, ഒത്തിരി പേര് കമൻസിൽ ചോദിച്ച ചോദ്യമാണ് റാങ്ക് ഫയൽ ഏതാണ് ഫോളോ ചെയ്തതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ LDCക്ക് വേണ്ടിയിട്ട് ഒരു റാങ്ക് ഫയലും ഫോളോ ചെയ്തിട്ടില്ല. LDC വേരിയസിന് റാങ്ക് ഫയലിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ ആകെ ഫോളോ ചെയ്തൊരു പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SCRT പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യ പബ്ലിക്കേഷൻ്റെ ഒരു 3 പുസ്തകം. അത് ഒരു ഓൾഡ് എഡിഷൻ പുസ്തകമാണ്. ഇപ്പോൾ പുതിയ എഡിഷനൊക്കെ വന്നെന്ന് തോന്നുന്നു. സോ അതൊരു പഴയ എഡിഷനാണ്. അത് അത്യാവശ്യം നൈസാണ്. ചാപ്റ്റേഴ്സ് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഒപ്പം ഇതിനോടൊപ്പം ഞാൻ ഫോളോ ചെയ്തിരുന്നത് ടെസ്റ്റ് സീരീസുകൾ. കാര്യം ഓരോ ചാപ്റ്റർ പഠിക്കുന്നതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. കാര്യം പഠിക്കുമ്പോൾ നമുക്ക്, ഇപ്പം ഞാൻ അധികം സമയം കൊടുത്തല്ലോ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്, പക്ഷേ ഈ റിവിഷൻ അത്യാവശ്യം നല്ല സമയം കൊടുക്കുമായിരുന്നു. കാര്യം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, പിന്നെ ആ ചാപ്റ്ററിലോട്ട് ഒന്നുകൂടെ ഒന്ന് വരിക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ചില നമ്മൾ വായിക്കാൻ നേരത്ത് പോലും ചില കാര്യങ്ങൾ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യനായി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു സാധനം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പിന്നെ ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഈ ഒരു സാധനം തിങ്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. നമ്മൾ നോക്കി വായിക്കുന്നതിനേക്കാൾ എഫക്റ്റീവാണ് റിവിഷൻ ഇങ്ങനെ ടെസ്റ്റുകളിലൂടെ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും 2 വട്ടം വായിക്കുന്നതിന് റിവിഷനായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ബിക്കോസ് നമ്മൾ ഒരു തവണ വായിക്കുകയും പിന്നെ ഓർത്തെടുക്കുകയും ചെയ്യുന്നതാണ് റിവിഷൻ എന്ന് പറയുന്നത്. സോ അത് ഞാൻ ഫോളോ ചെയ്തൊരു മെത്തേഡാണ്. അതിപ്പോൾ LDC ആണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും ഈ ഒരു മെത്തേഡ് ആണ് ഫോളോ ചെയ്തിരുന്നത്. ദെൻ മാത്സ്, ഇംഗ്ലീഷ് അധികം സമയം കൊടുത്തിരുന്നില്ല. ഞാൻ ആൾറെഡി SSC ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മാത്സും ഇംഗ്ലീഷും വലിയ സമയം കൊടുത്തിരുന്നില്ല. ബട്ട് ഇംഗ്ലീഷിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരുന്നു. അത് PSC മുമ്പ് കണ്ടക്ട് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് ഫോളോ അപ്പ് ചെയ്യാറുണ്ടായിരുന്നു. മലയാളം അത്യാവശ്യം സമയം കൊടുത്തിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ക്ലാസ്സുകൾ ചിലത് ഫോളോ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. ക്ലാസ്സുകളൊന്നും ഞാൻ അങ്ങനെ, കാര്യം ക്ലാസ്സുകൾ കേൾക്കാൻ അത്യാവശ്യം സമയം ഇല്ലായിരുന്നു പ്രിപ്പറേഷനിൽ. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. കാര്യം SCRT തന്നെ കവർ ചെയ്യാൻ സമയമെടുക്കും. പിന്നെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ വായിക്കുന്നതാണ് എനിക്ക് കൂടുതൽ നല്ലതെന്ന് തോന്നി. കാര്യം അത്യാവശ്യം സമയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവറപ്പ് ചെയ്യാൻ പറ്റും. ക്ലാസ്സുകൾ കണ്ട് ഒത്തിരി സമയം പോകുന്നതായിട്ട് തോന്നി. സോ അതുകൊണ്ട് ക്ലാസ്സുകൾ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ അപ്പോൾ ക്ലാസ്സുകൾ ഉപയോഗിച്ചിരുന്നുള്ളൂ. പിന്നെ റാങ്ക് ഫയലിൻ്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. റാങ്ക് ഫയൽ 10th ലെവൽ എക്സാമിന് റാങ്ക് ഫയൽ ഉപയോഗിച്ചിരുന്നില്ല. ദെൻ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. 10th ലെവൽ എക്സാമിന് ഇതുവരെ കോച്ചിങ്ങിന് പോയിട്ടില്ല. ആകെ ഞാൻ പോയിട്ടുള്ളത് KSൻ്റെ മെയിൻസിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ കോച്ചിങ് പോയിട്ടുണ്ട്. അത് ഓൺലൈൻ ഒരു പരീക്ഷയുടെ സമയത്തായിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ മറ്റു കാര്യങ്ങൾക്കും. ദെൻ ഡിഗ്രി ലെവൽ ഞാൻ പറഞ്ഞു, ഒരിക്കലും 10th പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ല ഡിഗ്രി ലെവൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഡിഗ്രി ലെവലിനെ സംബന്ധിച്ച് ഞാനൊരു റാങ്ക് ഫയൽ മേടിച്ചിരുന്നു. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ റാങ്ക് ഫയലുകൾ വലിയൊരു വിശ്വാസമുള്ള ഘടകമല്ല. കാര്യം ബിക്കോസ് ഈ സിലബസിലുള്ളതെല്ലാം റാങ്ക് ഫയൽ കവർ ചെയ്യുമോ, അങ്ങനെ ഒരു സംശയം എനിക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ 10th ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തപ്പോഴും പറഞ്ഞായിരുന്നു. ഇപ്പോൾ SCRT പഠിക്കാൻ എനിക്ക് ആദ്യമേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. SCRTയിലുള്ള എല്ലാം ഈ പറയുന്ന പുസ്തകങ്ങളിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ഡൗട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതൊക്കെ റീചെക്ക് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. കാര്യം റാങ്ക് ഫയൽ അങ്ങ് ബിലീവ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഓപ്ഷൻ ഉള്ളായിരുന്നു. വേറെ ഒരു സോഴ്സും പെട്ടെന്ന് എൻ്റെ മുന്നിൽ വന്നില്ല. അപ്പോൾ വിശ്വസിച്ച് ഒരു റാങ്ക് ഫയൽ ഫോളോ ചെയ്തു, അത് പഠിച്ചു. ഒപ്പം തന്നെ ഈ റാങ്ക് ഫയലിനൊപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നെറ്റിലൊന്ന് സെർച്ച് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ദിശ, IAS, ബൈജൂസ്, സോ അങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ
ഓർത്ത് വയ്ക്കും, അത് പഠിക്കുമായിരുന്നു. ദെൻ ടെസ്റ്റ് സീരീസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഡിഗ്രി ലെവലിലെ ടെസ്റ്റ് സീരീസുകൾ ഒത്തിരി വർക്കൗട്ട് ചെയ്തിരുന്നു. ദെൻ വീക്ക് പോയിൻറ്റ്സ്, എനിക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് വീക്ക് പോയിൻറ്റ്സ് അല്ലെങ്കിൽ എനിക്ക് ഏത് പോർഷനാണ് ഭയങ്കര പാട്, എൻ്റെ എക്സാമിലോട്ട് എത്തുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് എൻ്റെ മിസ്റ്റേക്കുകളെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും വലിയ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നത് നെഗറ്റീവ് മാർക്സുകൾ വരുന്നതായിരുന്നു. അത് ബിക്കോസ് ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ PSC അധികം ഫോളോ ചെയ്യുന്ന ഒരാളല്ല, SSC ആണ്. അപ്പോൾ SSCയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാർക്ക് 1/4 നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവിന് അത്രയും ഒരു പ്രോബിലിറ്റി കുറവാണ്. പക്ഷേ PSCയിലോട്ട് 1/3 ആണ്. അപ്പോൾ നെഗറ്റീവ് മാർക്കിങ് ഒത്തിരി വലിയതായിട്ട് അഫക്റ്റ് ചെയ്യും നമ്മുടെ മാർക്കിനെ. അപ്പോൾ അതെനിക്കൊരു വിഷയമായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ നെഗറ്റീവ് അടിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ആൾറെഡി ഉണ്ടായിരുന്നു. ദെൻ ഞാൻ പറഞ്ഞിരുന്നു LDക്ക് എനിക്ക് അത്യാവശ്യം നല്ല നെഗറ്റീവ് ഉണ്ടായിരുന്നു. അതുപോലെ ഡിഗ്രി ലെവലിലും ഫസ്റ്റ് 6ാമത്തെ പരീക്ഷയ്ക്ക് അത്യാവശ്യം നല്ല നെഗറ്റീവ് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ അത് പിന്നെ കുറച്ചിട്ടുണ്ട്. LDക്ക് അടിച്ച പോലെയൊന്നും നെഗറ്റീവ് ഡിഗ്രി ലെവലിന് അടിച്ചില്ല. ദെൻ ഗുഡ് റിവിഷന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെ പറ്റി ഫസ്റ്റ് ഓഫ് ഓൾ പല രീതിയിൽ നമുക്ക് റിവിഷൻ ചെയ്യാം. പലരും പല രീതിയിലാണ് റെഫർ ചെയ്യുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന 2 മെത്തേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് അങ്ങനെ ചെയ്യാറുണ്ട്. ഫ്രണ്ട്സുമായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താറുണ്ട്. അത് അത്യാവശ്യം നല്ല എഫക്റ്റീവാണ്. കുട്ടികൾക്ക് ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കത്തില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കത്തില്ല. സോ അതൊരു നല്ല റിവിഷൻ ടാക്ടിക്സ് ആണ് എന്ന് തോന്നിയിട്ടുണ്ട്. ദെൻ പിന്നെ ടെസ്റ്റ് സീരീസുകൾ ഇപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ വെച്ച് പഠിക്കുന്നു, വേറൊരു സ്ഥാപനത്തിൻ്റെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്നു. സോ അത് നമുക്ക് വളരെ ബെനിഫിഷ്യലാണ്. കാര്യം ഇപ്പോൾ PSC ഒരു സ്ഥാപനത്തിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കാണുകയും അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതും ക്വാളിറ്റിയുള്ള ടെസ്റ്റ് സീരീസ് തന്നെ അറ്റൻഡ് ചെയ്യുക. ബിക്കോസ് ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുന്ന ടെസ്റ്റ് സീരീസുകൾ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഇതൊക്കെയാണ് ഒരു റിവിഷനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിരുന്നത് ഏത് ജില്ലയാണ് LDCക്ക് ഓപ്റ്റ് ചെയ്യേണ്ടത്, എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അന്ന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ PSC അങ്ങനെ എഴുതാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വന്തം ജില്ല വിട്ടിട്ട് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പോയി എഴുതേണ്ടി വരുമല്ലോ എന്ന് കരുതി സ്വന്തം ജില്ല തന്നെയാണ് കൊടുത്തത്. പക്ഷേ പിന്നീട് എനിക്ക് ഇതിൻ്റെ മെയിൻ ടെസ്റ്റ് എക്സാം വന്നപ്പോഴും അല്ലെങ്കിൽ അത് കിട്ടിയപ്പോഴത്തേക്കൊക്കെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഏറ്റവും നല്ല ഡിസിഷൻ ആയിരുന്നു. കാര്യം അപ്പം നമുക്കറിയാം, ഇപ്പോൾ LDCനെ സംബന്ധിച്ച് വേറെ ജില്ല ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ടേ തിരിച്ച് ആ ഒരു ജില്ലയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നാൽ തന്നെയും നമ്മുടെ സീനിയോറിറ്റി നഷ്ടപ്പെടും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം നമ്മളങ്ങനെ ഇവിടെ കട്ട് ഓഫ് കുറവായിരിക്കും, അവിടെ കട്ട് ഓഫ് കുറവായിരിക്കും, അങ്ങനെ ഒരു ബിലീഫിലായിരിക്കും നമ്മൾ മറ്റൊരു ജില്ല ഓപ്റ്റ് ചെയ്യുന്നത്. സത്യത്തിൽ സ്വന്തമായിട്ട് നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണ ഒത്തിരി ഫ്രണ്ട്സിന് എൻ്റെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന ജില്ലയിൽ കട്ട് ഓഫ് കുറവാണെന്ന് പറഞ്ഞാൽ ആ ജില്ലയിൽ വെക്കുകയും പിന്നീട് വന്ന ലിസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ആ ജില്ലയിൽ ഒത്തിരി പേര് ഇതേപോലെ വെച്ചുകൊണ്ടാവണം ആ ജില്ലയ്ക്ക് ഭയങ്കര കട്ട് ഓഫ് ആവുകയും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. വെറുതെ എന്തിനാ അങ്ങനെയുള്ള റിസ്ക് എടുക്കുന്നതെന്നുള്ളതുകൊണ്ട് സ്വന്തം ജില്ല ഒപ്പീറ്റ് ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതെൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ദെൻ ടൈം മാനേജ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഫോളോ ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന മെറ്റീരിയൽ വളരെ പ്രിസൈസ് ആയിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഡിമാൻഡായിരുന്നു. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ കളയുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ വായിച്ച് കളയുന്ന സമയമെല്ലാം വേസ്റ്റാണ്. ബിക്കോസ് ഭയങ്കര വേഗമായിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിലബസിലുള്ളൊന്നും കിട്ടത്തുമില്ല, ഒത്തിരി സമയം പോവുകയും ചെയ്യും. സോ അതുകൊണ്ട് പ്രിസൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ദെൻ ഞാൻ പഠിച്ചിരുന്ന മെത്തേഡുകളെ പറ്റി പറഞ്ഞു. ഞാൻ അങ്ങനെ ചാപ്റ്റേഴ്സ് വായിക്കും, ദെൻ ഒപ്പം തന്നെ റിവിഷൻ ചെയ്യും. അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിരുന്നു. അധികം പിന്നെയും റിവിഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വായന അവോയ്ഡ് ചെയ്യാൻ ഞാൻ ഈ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുകയാണ് കൂടുതൽ ചെയ്തിരുന്നത്. ദെൻ റിവിഷനിൽ ചെയ്തിരുന്ന ഒരു ടാക്ടിക്സും ഇത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിരസതയായിരുന്നു. കാര്യം നമുക്കറിയാം ഈ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എനിക്ക് ഒരു പോർഷനിൽ നിന്ന് മാർക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് പിന്നെ ഒന്നെടുത്ത് നോക്കാറുണ്ട്. അല്ലാതെ ഞാനങ്ങനെ റിപ്പീറ്റ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് ആലോചിച്ച് ഓർത്തെടുത്ത് നമ്മുടെ മൈൻഡിലുണ്ട് എന്നാണല്ലോ അർത്ഥം. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാൻ എൻ്റെ റിവിഷൻ കണ്ടക്ട് ചെയ്തിരുന്നത്. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു LDC പ്രിപ്പറേഷനെ കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇതിൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും ടെസ്റ്റുകളെല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ മെറ്റീരിയൽസും മറ്റുമെല്ലാം അവൈലബിൾ ആയിരിക്കും. ടെസ്റ്റ് സീരീസുകളുണ്ടായിരിക്കും. സോ അത് നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക. താങ്ക് യു ഓൾ.